ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മറ്റുള്ളവർക്കിടയിൽ നിങ്ങളെ നിലവാരമില്ലാത്തൊരു വ്യക്തിയാക്കുന്ന, നിങ്ങളെ ലെസ് അട്രാക്റ്റീവ് ആക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ്. നിങ്ങളെ ലെസ് അട്രാക്റ്റീവ് ആക്കുന്ന ചില കാര്യങ്ങൾ. ഇതിലാദ്യത്തേതാണ് പുവർ ഹൈജീൻ. വ്യക്തിപരമായ ശുചിത്വം അവഗണിക്കുന്നത് നിങ്ങളെ ഒരു ലെസ് അട്രാക്റ്റീവായ പേഴ്സണാക്കി മാറ്റാൻ കാരണമാകും. ഇത് മറ്റുള്ളവർക്കിടയിൽ നിങ്ങളുടെ വാല്യൂ ഇല്ലാതാക്കാനും നിങ്ങളെക്കുറിച്ച് മോശം അഭിപ്രായങ്ങൾ ഉണ്ടാകാനും കാരണമാകും. ഫോർ എക്സാമ്പിൾ, ഡെയിലി കുളിക്കാത്തത്, ശരീരത്തിലെ ദുർഗന്ധം, അഴുകിയ മുടി, അല്ലെങ്കിൽ വൃത്തികെട്ടതും ശുചിത്വമല്ലാത്തതുമായ വസ്ത്രങ്ങൾ. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളെ ഒരു മോശം വ്യക്തിയായോ തീരെ നിലവാരമില്ലാത്ത ആളായോ കണക്കാക്കാനായി കാരണമായേക്കാം. നമ്പർ 2, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്. നിരന്തരമായ പരാതി, ശുഭാപ്തി വിശ്വാസമില്ലായ്മ, അല്ലെങ്കിൽ അമിതമായ വിമർശനം. ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങളെല്ലാം മറ്റുള്ള ആളുകൾക്ക് നിങ്ങളോടുള്ള താല്പര്യം ഇല്ലാതാകാൻ കാരണമായേക്കാം. ഉദാഹരണത്തിന്, അവരുടെ ജോലിയെക്കുറിച്ച് എപ്പോഴും പരാതിപ്പെടുന്ന, സുഹൃത്തുക്കളുടെ തിരഞ്ഞെടുപ്പുകളെ വിമർശിക്കുന്ന, അല്ലെങ്കിൽ എല്ലാ സാഹചര്യങ്ങളിലും കുറവുകൾ മാത്രം കാണുന്ന ഒരു വ്യക്തിക്ക് ചുറ്റുമുള്ള നല്ല കാര്യങ്ങളെ ആസ്വദിക്കാൻ സാധിക്കില്ല. നമ്പർ 3, അറഗൻസ്. അമിതമായ അഹങ്കാരം അല്ലെങ്കിൽ സ്വയം വലിയ എന്തോ ആണെന്ന തോന്നൽ മറ്റുള്ളവർക്ക് നിങ്ങളോടുള്ള താല്പര്യത്തെ ഇല്ലാതാക്കാനായി കാരണമാകും. അതുപോലെ ഇത്തരം പെരുമാറ്റം മറ്റുള്ളവരുടെ മനസ്സിൽ നിങ്ങൾക്കൊരു ബാഡ് ഇമേജ് ആയിരിക്കും സൃഷ്ടിക്കുന്നത്. ഉദാഹരണത്തിന്, തങ്ങളുടെ നേട്ടങ്ങളെ നിരന്തരം പുകഴ്ത്തി പറയുന്ന, വീമ്പിളക്കുന്ന, മറ്റുള്ളവരെ ഇകഴ്ത്തുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ താഴ്ന്നതായി തള്ളിക്കളയുന്ന ഒരാളെ അഹങ്കാരിയായൊരു വ്യക്തിയായി കണക്കാക്കാം. നാലാമത്തേതാണ് സെൽഫിഷ്നെസ്. മറ്റുള്ളവരുടെ ആവശ്യങ്ങളോ വികാരങ്ങളോ പരിഗണിക്കാതെ എപ്പോഴും തങ്ങളുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകുന്നതും ഇത്തരത്തിൽ സഹാനുഭൂതിയില്ലാതെ പെരുമാറുന്നതും സെൽഫിഷായ ആളുകളുടെ മെൻറ്റാലിറ്റിയാണ്. ഇത്തരത്തിൽ സ്വാർത്ഥരായവരോട് മറ്റുള്ളവർക്ക് ആകർഷണമോ ഇഷ്ടമോ തോന്നില്ല. അതുപോലെ നിങ്ങളെ ഒരു മോശം വ്യക്തിയായി മറ്റുള്ളവർ കണക്കാക്കുകയും ചെയ്യും. നമ്പർ 5, ലാക്ക് ഓഫ് കോൺഫിഡൻസ്. തീരെ കോൺഫിഡൻസ് ഇല്ലാത്ത വ്യക്തികളോട് മറ്റുള്ളവർക്ക് അട്രാക്ഷനോ യാതൊരു രീതിയിലുമുള്ള താല്പര്യമോ തോന്നില്ല. നേരെ മറിച്ച് അത്തരം വ്യക്തികളോട് സഹതാപവും പുച്ഛവും മാത്രമേ മറ്റുള്ള വ്യക്തികൾക്ക് തോന്നുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ, തങ്ങളുടെ കഴിവുകളെ നിരന്തരം സംശയിക്കുന്ന, ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും മറ്റുള്ളവരിൽ നിന്നും ഉറപ്പ് നേടുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ നിരന്തരമായി തേടുന്ന, അവരുടെ ഉറപ്പിനു വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു വ്യക്തിയെ സ്വയം ചിന്തിച്ചു നോക്കൂ. ചെറിയ തെറ്റുകൾക്ക് പോലും അമിതമായി ക്ഷമാപണം നടത്തുന്ന ഇത്തരത്തിലുള്ള വ്യക്തികൾ പലപ്പോഴും മറ്റുള്ളവർക്കിടയിൽ അട്രാക്റ്റീവായി നിലനിൽക്കാൻ പാടുപെടും. നമ്പർ 6, ക്ലോസ്ഡ് മൈൻഡ്. വ്യത്യസ്ത അഭിപ്രായങ്ങൾ കേൾക്കാതെ തള്ളിക്കളയുകയോ വിവാദ വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളിൽ ഏർപ്പെടാൻ വിസമ്മതിക്കുകയോ മുൻവിധികളാൽ മറ്റുള്ളവരെ വിലയിരുത്തുകയോ ചെയ്യുന്ന ഒരാൾ വ്യത്യസ്ത വ്യക്തികളുമായി ബന്ധപ്പെടാനുള്ള അവരുടെ കഴിവിനെ പരിമിതപ്പെടുത്തിയേക്കാം. നമ്പർ 7, പുവർ കമ്മ്യൂണിക്കേഷൻ സ്കിൽ. നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കാത്തൊരു വ്യക്തിക്ക് യാതൊരു രീതിയിലും മറ്റുള്ളവർക്കിടയിൽ പ്രാധാന്യമുള്ള ഒരു വ്യക്തിയായി മാറാനോ മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യാനോ സാധിക്കില്ല. ഉദാഹരണത്തിന്, തങ്ങളുടെ ചിന്തകൾ പ്രകടിപ്പിക്കാൻ പാടുപെടുന്ന, മറ്റുള്ളവരെ സംസാരിക്കാൻ അനുവദിക്കാതെ സംഭാഷണങ്ങളിൽ ആധിപത്യം സ്ഥാപിക്കുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളും ആശയങ്ങളും അംഗീകരിക്കുന്നതിൽ പരാജയപ്പെടുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് സ്വയം ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്പർ 8, ഡിസോണസ്റ്റി. സത്യസന്ധത പുലർത്താനും സത്യസന്ധത നിലനിർത്താനും സാധിക്കാത്തവർ എപ്പോഴും അവരുടെ ലൈഫിൽ പരാജയമായിരിക്കും. ഉദാഹരണത്തിന്, തങ്ങളുടെ നേട്ടങ്ങളെക്കുറിച്ച് നുണ പറയുന്നതോ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരോട് കൃത്രിമത്വം കാണിക്കുന്നതോ, അല്ലെങ്കിൽ വാഗ്ദാനങ്ങൾ നൽകാൻ മാത്രം ശ്രമിക്കുകയും അതിനെ പാലിക്കുന്നതിൽ പരാജയപ്പെടുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും മറ്റുള്ളവർ വില നൽകാൻ പോകുന്നില്ല. നമ്പർ 9, ലാക്ക് ഓഫ് അംബീഷൻ. തൻ്റെ ജീവിതത്തിൽ യാതൊരു രീതിയിലും പർപ്പസ് ഇല്ലാത്ത, ഒരു ലക്ഷ്യവുമില്ലാത്ത ഇത്തരത്തിലുള്ള ആളുകളോട് മറ്റുള്ളവർക്ക് പലപ്പോഴും പുച്ഛവും പരിഹാസവും മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. ജീവിതത്തിൽ ഒന്നുമാകാൻ ആഗ്രഹിക്കാത്ത, ഒന്നിനു വേണ്ടിയും പ്രയത്നിക്കാത്ത വ്യക്തികൾ പലപ്പോഴും അലസന്മാരും മടിയന്മാരും യാതൊരു രീതിയിലും കഴിവുകളോ ഉപയോഗമോ ഇല്ലാത്ത വ്യക്തികളായിട്ടായിരിക്കും അറിയപ്പെടുന്നതും മറ്റുള്ളവരവരെ കണക്കാക്കുന്നതും. നമ്പർ 10, നെഗ്ലക്റ്റിംഗ് പേഴ്സണൽ ഗ്രോത്ത്. സ്വയം മെച്ചപ്പെടാൻ ശ്രമിക്കാത്തൊരു വ്യക്തിക്ക്, അതിനുവേണ്ടി യാതൊരു രീതിയിലും പ്രയത്നിക്കാത്തൊരു വ്യക്തിക്ക് ഒരിക്കലും മറ്റുള്ള ആളുകൾക്കിടയിൽ യാതൊരു പരിഗണനയും ലഭിക്കില്ല. ഉദാഹരണത്തിന്, മുൻകാല അനുഭവങ്ങളിൽ നിന്നും തെറ്റുകളിൽ നിന്നും പാഠങ്ങൾ പഠിക്കാനും ഉൾക്കൊള്ളാനും കഴിയാത്ത,
അതിനെ വിസമ്മതിക്കുന്ന വ്യക്തികൾക്ക് ഫീഡ്ബാക്ക്, ക്രിയാത്മക വിമർശനം എന്നിവയെ ചെറുക്കുന്ന അല്ലെങ്കിൽ പുതിയ കഴിവുകളെ, ഹോബികളെ വികസിപ്പിക്കുന്നതിൽ താല്പര്യം കാണിക്കാത്ത ഒരാൾ. സോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം, ഈ പറഞ്ഞ ശീലങ്ങളെല്ലാം നിങ്ങളുടെ അട്രാക്ഷനെയും നിങ്ങളുടെ വാല്യൂവിനെയും ഇല്ലാതാക്കുന്ന കാര്യങ്ങളാണ്. സോ ഇത്തരം കാര്യങ്ങളെ മനസ്സിലാക്കാനും അതിനെ തിരുത്താനും ശ്രമിക്കുന്നതിലൂടെ നിങ്ങൾക്കും നിങ്ങളുടെ പരിമിതികളെ മാറ്റിയെടുക്കാനും അട്രാക്റ്റീവായി മാറാനും സാധിക്കും.